അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി വാഴയില വെച്ച് നല്ല സൂപ്പർ ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള വാഴയില നമ്മൾ എടുക്കുകയാണ്. നല്ല ഇളം വാഴയിലയാണ് നമ്മൾ എടുക്കുന്നത്. വിരിഞ്ഞു വരുന്നതിന് മുമ്പായിട്ടുള്ള വാഴയിലക്കകത്തിലെ നാരുകൾ ഉണ്ടായിരിക്കത്തില്ല, അപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വാഴയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നല്ലൊരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് റൗണ്ടായിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. ഇളം വാഴയില ആയതുകൊണ്ട് തന്നെ നല്ല പോലെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി റൗണ്ടാക്കി വെച്ചിരിക്കുന്ന വാഴയില നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാല നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തിലേക്ക് നല്ല കടലമാവ് ഇടുകയാണ് ഗൈസ്. കടലമാവ് ഇട്ടിട്ട് അതിനകത്തിലേക്ക് മുളക്, ഗരം മസാല, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് സോഡാപ്പൊടിയും ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. കടലമാവായതുകൊണ്ട് നല്ല ഉണ്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുത്ത മാവിലേക്ക് നമ്മൾ പീസാക്കി വെച്ചിരിക്കുന്ന വാഴയില തട്ടിക്കൊടുത്ത് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇങ്ങനെ മുരിച്ചെടുക്കാം. ആഹാ, നല്ല ഇളം വാഴയില ആയതുകൊണ്ട് തന്നെ ഒരു കമർപ്പൊന്നും കാണത്തില്ല. അതുകൊണ്ട് നല്ല ഇളം വാഴയില തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വാഴയില ചിപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ സാധനം. അപ്പോൾ സാധനം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറുമുറാന്ന് നമുക്ക് അടിച്ച് തിന്നാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.